ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. 1.5 കപ്പ് അരിയാണ് ഞാൻ ഇതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ആദ്യം തന്നെ കഴുകി വെള്ളത്തിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അരമണിക്കൂർ കുതിർത്ത ശേഷം അരി ഊറ്റി വയ്ക്കാം. അടുത്തതായി റൈസ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വയ്ക്കാം. വെള്ളം നന്നായി ചൂടായി ആവി വരുമ്പോഴേക്കും നമ്മൾ ഊറ്റിവെച്ച അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം ഇവ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. റൈസ് ഒരു 75 to 80% വെന്താൽ മതിയാകും. ചോറ് കൂടുതൽ വെന്തു പോകാതെ നോക്കണം. വെന്തു പോയാൽ മുറിഞ്ഞു പോകാനും കുഴഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ചോറ് അത്യാവശ്യം ഒരു 80% വരെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റെയിനറിൽ ഒഴിച്ച് ഊറ്റി വയ്ക്കാം. വെള്ളം പൂർണ്ണമായും പോയതിന് ശേഷം ഈ ചോറ് 2 പ്ലേറ്റിലായി മാറ്റി ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. മിനിമം 1 മണിക്കൂർ, മാക്സിമം 2-3 മണിക്കൂറുകൾ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസിന് വേണ്ട എഗ്ഗ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 കോഴിമുട്ടയാണ്. അതിനായി ആവശ്യത്തിന് ഓയിലും ഒഴിച്ച് 5 മുട്ടയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മുട്ട നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഏതാണെന്നൊക്കെ നോക്കാം. 2 സവാള ചോപ്പ് ചെയ്തത്, 10 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് വീതം ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ് ചോപ്പ് ചെയ്തത്. ഇവയെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായി ഇനിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് അവസാനം വരെ കുക്ക് ചെയ്യാൻ. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ചേർക്കുക. വെളുത്തുള്ളി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. എല്ലാം പെട്ടെന്നായിരിക്കണം ചെയ്തു തീർക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ് ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഒരു കാരണവശാലും ഫ്ലെയിം കുറച്ച് വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് റൈസ് വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം ചെയ്തതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഗാർണിഷിങ്ങിനായി ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ ഫ്ലേവറാണ്. അതിൻ്റെ ഗ്രീൻ പാർട്ടിൻ്റെ ഫ്ലേവറാണ് ഇതിന് കൂടുതലും ഉണ്ടാകുന്നത്.
ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.